കർത്താവിന്റെ അതിപരിശുദ്ധ നാമം ഈ പ്രഭാതത്തിലും മഹത്വപ്പെടുമാറാകട്ടെ. എല്ലാ സഹോദരങ്ങൾക്കും യേശുക്രിസ്തുവിന്റെ അനുഗ്രഹീത നാമത്തിൽ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു. ഒരു ദിവസം കൂടെ അവിടെ നമുക്ക് ദാനമായി നൽകിയല്ലോ. ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കായും കരുതലുകൾക്കായും കരുണയ്ക്കായും കാവലിനായും നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും. മറ്റിടത്തേക്ക് നിന്നെ കാത്തിരിക്കുന്ന ഒരുത്തനും ലജിച്ചു പോകുകയില്ല. ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു. അവിടെ ഞങ്ങളിലേക്ക് ചാഞ്ഞു, എന്റെ നിലവിളി കേട്ടു. യഹോവയുടെ പ്രവൃത്തിക്കായി കാത്തിരിക്കാൻ വിലാപങ്ങളുടെ പുസ്തകം വായിക്കും. പ്രിയ സഹോദരങ്ങളെ, ദൈവത്തെ അവിടുത്തെ പ്രവൃത്തിക്ക് വേണ്ടിയും കാത്തിരിക്കുന്ന ആരും പരാജയപ്പെട്ടിട്ടില്ല. ഒന്നവർ ശക്തിയെ പുതുക്കും. പുതുക്കപ്പെടുന്ന ദൈവശക്തി, ചാവാറായ ശേഷിപ്പുകൾ ശക്തീകരിക്കപ്പെടട്ടെ. ശക്തിയില്ലാത്തവന് ശക്തി നൽകുന്ന, ബലമില്ലാത്തവന് ബലം നൽകുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. അപ്പോൾ ചെയ്യേണ്ടത് യഹോവയെ കാത്തിരിക്കണം. ശക്തി ലഭിച്ചാൽ നമ്മൾ മൂവ് ചെയ്യും. നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് എല്ലായിടത്തും സാക്ഷികളാകും. ശക്തി ലഭിച്ചാൽ ഉയരത്തിലേക്ക് കയറും, മൂവ് ചെയ്യും. സ്തോത്രം. അവിടുന്ന് വിളിച്ചു പറഞ്ഞില്ലേ, എന്റെ കൃപ നിനക്ക് മതി. ശക്തി വന്നാൽ ബലഹീനതയിൽ ഓവർകം ചെയ്ത് മുൻപോട്ട് പോകാൻ കഴിയും. എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി നിന്റെ ബലഹീനതയിൽ തികഞ്ഞു വരും. ആ ശക്തി വന്ന പൗലോസ്ലീഹ പറയുന്നത്, റോമിലെ കാരാഗൃഹത്തിൽ കിടന്ന ഫിലിപ്പി ലേഖനം എഴുതുമ്പോൾ പറയുന്നത്, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം സകലത്തിലും മതി. സകലത്തെ ഓവർകം ചെയ്യാൻ, ജയിക്കാനുള്ള ശക്തിയാണ് സഹോദരങ്ങളെ ഈ അത്യന്ത ശക്തി, അല്ലെങ്കിൽ അമിത ബലം, അളവറ്റ വലുപ്പം. ഇന്ന് പകലാ ശക്തി ഏറ്റെടുത്താൽ പ്രതികൂലങ്ങൾ അനവധി വന്നാലും അനുകൂലമായ ദൈവത്തിന്റെ കരം നമ്മളെ ടച്ച് ചെയ്യും എന്നുള്ളതിന് സംശയമില്ല. യഹോവയെങ്കിലെ സന്തോഷം എപ്പോഴും നമ്മുടെ അകത്തുണ്ടാകണം. ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് പറയുന്ന ദൈവശബ്ദം അവിടുന്ന് നമ്മളെ ഓരോ നിമിഷവും കേൾപ്പിക്കും. ധൈര്യത്തോടെ അവിടുത്തെ പാദപീഠത്തിങ്കിൽ അടുത്ത് എന്ന് അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ അവകാശം അവിടെ തന്നതിനാൽ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഉൽപ്പത്തി പുസ്തകം 32:10 വാക്യം, യഹോവയെ അടിയനോട് കാണിച്ചിരിക്കുന്ന സകല ദയയ്ക്കും സകല വിശ്വസ്തതയ്ക്കും ഞാൻ അപാത്രമത്രേ. ഒരു വടിയോടുകൂടെ മാത്രമല്ലോ ഞാൻ ഈ യോർദാൻ കടന്നത്, ഇപ്പോഴോ ഞാൻ 2 കൂട്ടമായി തീർന്നിരിക്കുന്നു. യാക്കോബിനോട് ദൈവം അരുളപ്പാട് അറിയിച്ചപ്പോൾ യാക്കോബിനെ ദൈവം പുറപ്പെടുവിച്ചപ്പോൾ യാക്കോബ് ദൈവത്തോട് പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയാണ് 9 വാക്യം ശ്രദ്ധിക്കും. പിന്നെ യാക്കോബ് പ്രാർത്ഥിച്ചത്, എന്റെ പിതാവായ അബ്രഹാമിന്റെ ദൈവവും എന്റെ പിതാവായ ഇസ്ഹാക്കിന്റെ ദൈവമായുള്ളവേ, നിന്റെ ദേശത്തേക്ക് നിന്റെ ചാർച്ചക്കാരുടെ അടുക്കിലേക്ക് മടങ്ങിപ്പോകുക എന്ന് ഞാൻ നിനക്ക് നന്മ ചെയ്യുമെന്നും എന്നോട് അരുളി ചെയ്തുവല്ലോ. ദീർഘവർഷങ്ങൾ ലാബാന്റെ ഭവനത്തിലായിരുന്ന യാക്കോബ് പല തവണ തന്റെ പ്രതിഫലം യാക്കോബിന് നിഷേധിക്കപ്പെട്ടു. ലാബാൻ അത് മാറ്റിക്കളഞ്ഞു. പക്ഷെ ഒരു ദൈവിക ഇടപെടൽ ഉണ്ടാകുകയും ദൈവിക അരുളപ്പാട് മുഖാന്തരം ലാബാന്റെ ഭവനത്തിൽ നിന്ന് യാക്കോബ് സ്വദേശത്തേക്ക് മടങ്ങി വരികയും. പ്രിയ സഹോദരങ്ങളെ, നന്മകളെ പിടിച്ചുവെക്കുന്ന, അനുഗ്രഹത്തെ തടയുന്ന സകല ശക്തികളോടും ദൈവം ഇടപെടുക മാത്രമല്ല,
പുറപ്പെടുവിക്കേണ്ടിടത്തേക്ക് ദൈവം തന്റെ ജനത്തെ പുറപ്പെടുവിക്കും, എത്തിക്കേണ്ടിടത്തേക്ക് എത്തിക്കും. പോയത് വളരെ വേദനയോടെ. തുറസായ സ്ഥലത്ത് കല്ല് തലയണയായി വെച്ച് ഉറങ്ങേണ്ട സമയം നമുക്കറിയാമല്ലോ. പക്ഷെ അവിടെയും ദൈവിക അരുളപ്പാടുണ്ടായി. നീ കിടക്കുന്ന ദേശം നിനക്ക് മാത്രമല്ല, നിന്റെ സന്തതിക്ക് നൽകും. നോക്കൂ, എത്ര വലിയ ദൈവശബ്ദമാണ്. അങ്ങനെ വലിയ പ്രതീക്ഷയോടെ ദൈവശബ്ദം കേട്ട് ആണ് ലാബാന്റെ വീട്ടിലേക്ക് പോയത്. പക്ഷെ ദൈവത്തിന്റെ ശക്തമായ ഇടപെടൽ എന്റെ ദാസനായ യാക്കോബിനെതിരെ ഗുണമെങ്കിലും ദോഷമെങ്കിലും ചെയ്യരുതെന്ന് ലാബാനോട് ഇടപെട്ടു. സഹോദരങ്ങളെ, ദൈവം നിന്നെ ഒരിടത്ത് കൊണ്ടുപോയെങ്കിൽ മടക്കിക്കൊണ്ടുവരുമ്പോ നിന്റെ നന്മയെ അപഹരിക്കുന്ന, വിടുതലിനെ ചോദ്യം ചെയ്യുന്ന, വാഗ്ദത്തത്തെ പിടിച്ചു വെക്കുമെന്ന് പറയുന്നിടത്ത് ശക്തമായ ദൈവിക ഇടപെടൽ ഇന്നും ഉണ്ടാകും എന്ന് വിശ്വസിച്ചുകൊണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യണം. ദൈവം ഒരുക്കുന്ന നന്മകളെ, ദൈവം ഒരുക്കിയ വിടുതലുകളെ, ദൈവം നൽകിയ അനുഗ്രഹങ്ങളെ തട്ടിയെടുക്കാനും ഒതുക്കിക്കളയാനും ശ്രമിക്കുമ്പോൾ അത് കാണാതിരിക്കുന്ന ദൈവമല്ല, നിന്നോട് പോകാൻ പറഞ്ഞ ദൈവം വെറും കൈയോടെ നിന്നെ അയക്കത്തില്ല. നിന്നോട് സ്റ്റെപ്പ് എടുക്കാൻ പറഞ്ഞ ദൈവം ശൂന്യമാക്കി വിടുന്ന ഒരു ദൈവമല്ല. ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ വെള്ളി പൊന്ന് ആഭരണങ്ങളോടുകൂടെ മിസ്രൈമിലെ കൊള്ളയടിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്. കഴിഞ്ഞ 400 പരം സംവത്സരം ഇസ്രായേൽ മക്കളെ കൊള്ളയടിച്ച് അവരുടെ പ്രതിഫലത്തെ തകർത്ത് അവരുടെ പ്രയത്നത്തെ ഇല്ലാതാക്കി ശൂന്യമാക്കിയ ഫറവോന്റെ വ്യാപാരത്തിന്മേൽ ദൈവിക ഇടപെടലുണ്ടായി. ജനം പുറപ്പെട്ടപ്പോൾ അതുവരെ പിടിച്ചു വെച്ചതെല്ലാം ഇസ്രായേൽ മക്കൾ തിരിച്ചെടുത്തോണ്ടാ പോയത്. ദൂത് മനസ്സിലായോ? ഇവിടെയും അതാണ് സംഭവിച്ചത്. അതുകൊണ്ടാണ് യാക്കോബ് പ്രാർത്ഥിച്ചു പറഞ്ഞത്, യഹോവേ, അടിയനോട് കൽപ്പിച്ചിരിക്കുന്ന സകല ദയയ്ക്കും സകല വിശ്വസ്തതയ്ക്കും, 1 ദയുള്ള ദൈവം, 2 വിശ്വസ്തനായ ദൈവം, ഞാൻ അതിനപാത്രമത്രേ, ഞാൻ അതിന് യോഗ്യനല്ല. സ്തോത്രം. കർത്താവെ, അങ്ങയുടെ വിശ്വസ്തത ഓർക്കുമ്പോൾ, അങ്ങയുടെ കരുതൽ ഓർക്കുമ്പോൾ, അങ്ങയുടെ വിടുതൽ ഓർക്കുമ്പോൾ, അങ്ങയുടെ ദയ ഓർക്കുമ്പോൾ, ദാവീദിന്റെ ഭാഷയിൽ പറഞ്ഞാൽ അടിയനെ ഇത്രത്തോളം കൊണ്ടുവരാൻ അടിയനെന്തുള്ളൂ, അടിയന്റെ ഗ്രഹം എന്തുള്ളൂ. പ്രിയരെ, ഒന്ന് തിരിഞ്ഞു നിന്നിട്ട് പറ, ഞങ്ങളുടെ കഴിവ് കൊണ്ടല്ല, ഞങ്ങളുടെ ക്വാളിറ്റി കൊണ്ടല്ല, ഞങ്ങളുടെ വിദ്യാഭ്യാസം കൊണ്ടല്ല, ഞങ്ങളുടെ പ്രാർത്ഥന കൊണ്ടല്ല, ദൈവത്തിന്റെ ദയ, കരുണ, അവിടുത്തെ വിശ്വസ്തത നമ്മുടെ മേലും നമ്മുടെ തലമുറകളുടെ മേലും ദൈവം വെളിപ്പെടുത്തിയില്ലേ? ദൈവശബ്ദം കേട്ടിറങ്ങി മുമ്പോട്ട് മൂവ് ചെയ്തിട്ട് ദൈവം എന്തെങ്കിലും കുറവ് വരുത്തിയോ? എന്തെങ്കിലും പോരായ്മ വരുത്തിയോ? നന്ദി പറയാൻ തയ്യാറാകട്ടെ. എന്നിട്ട് പറയുകയാണ്, ഞാൻ യാക്കോബിന്റെ ഭാഷയിൽ നോക്കൂ, ഞാൻ ഒരു വടിയോടുകൂടെ മാത്രമല്ലോ ഈ യോർദാൻ കടന്നു, വേറെ ഒന്നും കയ്യിലില്ലായിരുന്നു. പക്ഷെ തിരിച്ചു വന്നത് നോക്കൂ, 2 കൂട്ടമായി. സഹോദരങ്ങളെ, ഇന്ന് പകൽ ചിന്തിക്കൂ, ഇറങ്ങിയതെങ്ങനാണ്, തുടക്കം എങ്ങനായിരുന്നു? ഇന്ന് ദൈവം നൽകിയ വിടുതലുകൾ, ദൈവം നൽകിയ അനുഗ്രഹത്തിന്റെ കുമ്പാരങ്ങൾ, ദൈവപ്രവർത്തികൾ തലമുറകളെ ഐശ്വര്യമായി അനുഗ്രഹിച്ചത്. നീ ചോദിക്കാത്ത ദൈവപ്രവർത്തികൾ സഹോദര സഹോദരി അഭിഷക്തന്മാരെ ജീവിതത്തിൽ ദൈവം നൽകി തന്നതാ. ഓർത്തിട്ട് പറ, ഇത്രത്തോളം യഹോവ സഹായിച്ചു, ഇത്രത്തോളം ദൈവം ഞങ്ങളെ കൊണ്ടുവന്നു എന്ന് പറഞ്ഞ് മുഴുവൻ മഹത്വവും ദൈവത്തിന് കൊടുക്കാം. ദൈവത്തിന്റെ വാക്ക് കേട്ട് സ്റ്റെപ്പ് എടുത്തെങ്കിൽ യാക്കോബിന് പറയാൻ കഴിയും, ഞാൻ പരാജയപ്പെട്ടില്ല, ഞാൻ തളർന്നു പോയില്ല. 2 കൂട്ടമാക്കി, കുറഞ്ഞവൻ 1000, ചെറിയവൻ മഹാജാതിയായി തീരും. ഇന്ന് പകൽ ദൈവാത്മാവ് പറയുന്നു, ചെറിയ ചില തുടക്കങ്ങളെ ദൈവം വർദ്ധിപ്പിക്കും. ശക്തീകരിക്കുന്നതും ദൈവം, വലുതാക്കുന്നതും ദൈവം എന്ന വചനപ്രകാരം ചിലതിനെ ദൈവം ശക്തീകരിക്കാൻ പോകുന്നു, വലുതാക്കാൻ പോകുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കാൻ പോകുന്നു. ദൈവ ശബ്ദം കൊണ്ട് നിങ്ങളുടെ ശരീരത്തിലും മൈൻഡിലും ബലം കൽപ്പിക്കപ്പെടുക. യേശുവിന്റെ നാമത്തിൽ സർവശക്തിയുള്ള ദൈവമേ, സ്വർഗീയ പിതാവേ,
ഈ പ്രഭാതത്തിനായി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ധൈര്യത്തോടെ ഞങ്ങൾ അങ്ങയുടെ മുമ്പാകെ അടുത്തു വരുന്നു. കർത്താവെ, തുടക്കം ചെറുതാണെങ്കിലും ഞങ്ങളെ നടത്തിയ വിധങ്ങൾ ശ്രേഷ്ഠമായി. കർത്താവെ, പ്രതീക്ഷിക്കാത്ത വിടുതലുകളും ദൈവമഹത്വവും ഞങ്ങളുടെ മേൽ വെളിപ്പെടുത്തി ആദരിക്കുന്നതിനും ഞങ്ങളുടെ തലമുറയുടെ മേൽ വെളിപ്പെടുന്ന ദൈവത്തിന് മഹത്വത്തിനായും സ്തോത്രം. അബ്രഹാമിന്റെ ദൈവം, ഇസഹാക്കിന്റെ ദൈവം, യാക്കോബിന്റെ ദൈവം മാത്രമല്ല, അവിടുന്ന് ഞങ്ങളുടെ ദൈവമാണ്. ഞങ്ങളുടെ പിതാക്കന്മാർ അങ്ങയിൽ ആശ്രയിച്ചു, അവരാശ്രയിക്കുകയും നീ അവരെ വിടുവിക്കുകയും ചെയ്തു. അവർ നിന്നോട് നിലവിളിച്ചു, രക്ഷ പ്രാപിച്ചു, ലജ്ജിച്ചു പോയതുമില്ല. ആ ദൈവം ഞങ്ങളുടെ ദൈവമാണ്. ലജ്ജിപ്പിക്കാത്ത ദൈവം, രക്ഷിക്കുന്ന ദൈവം, വിടുവിക്കുന്ന ദൈവം, സൗഖ്യമാക്കുന്ന ദൈവം, ഉദ്ധരിക്കുന്ന ദൈവം, പണിയുന്ന ദൈവം ഇന്ന് ഞങ്ങളുടെ കൂടെയുള്ളതിനായി സ്തോത്രം. ഈ ബലത്തോടെ ഇന്ന് പ്രഭാതത്തിൽ ഞങ്ങൾ മൂവ് ചെയ്യും. സകല മഹത്വവും അങ്ങയുടെ പദപീഠത്തിങ്കൽ മാത്രം അർപ്പിക്കുന്നു. യേശുക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ കൃപയുണ്ടായി പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. ക്രിസ്തു വാത്സല്യ സഹോദരങ്ങളെ, ധൈര്യത്തോടെ മുമ്പോട്ട് മൂവ് ചെയ്യുമോ. ദൈവം നമ്മുടെ കൂടെയുണ്ട്. ഈ വചനങ്ങളാൽ അവിടെ സഹായിക്കട്ടെ. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ ബസ്ബിജു മാത്യു.